എവിടെ വണ്ടി നിർത്തിയേ? ദേ ഒരാൾ വഴിയിൽ കിടക്കുന്നു. ശരിയാ, വാ ഇറങ്ങ്, നമുക്കൊന്ന് പോയി നോക്കാം. വാ വാ. ഞാനിതാ കാണുന്നു കറുത്ത അംബാസഡർ കാർ KCF 4162. ഇപ്പോ തോപ്പുംപടിയിലെത്തിക്കാണും. പ്രവചനമായിരിക്കും. ദൂരെ നടക്കുന്ന സംഭവങ്ങൾ പ്രവചിക്കുന്ന ഒരാളുണ്ടല്ലോ, എന്താളുടെ പേര്? ആരെങ്കിലും ആവട്ടെ, അതേപോലുള്ള പ്രവാചകനായിരിക്കും. എടോ ജിമ്മി വാടോ. ഇവിടെ നിന്നാ മതിയോ? നിനക്കൊക്കെ വേറെ പണിയില്ലോടാ, വഴി കിടക്കുന്ന പിച്ചക്കാരനെയൊക്കെ പിടിച്ച. ഇത് പിച്ചക്കാരനൊന്നുമല്ല, വിളിച്ചു പറയുന്നു. എടാ സാബു ചോദിക്ക്. എന്നിട്ട് വണ്ടിയിൽ 2 പേരുണ്ട്. അവർ മദ്യപിച്ചിരിക്കും. നല്ല സ്പീഡിലാണ് പോകുന്നത്. അവർക്ക് എന്ത് സംഭവിക്കും സ്വാമി? അവർക്കൊന്നും സംഭവിക്കില്ല. അവരാണ് എന്നെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയത്. എനിക്ക് എഴുന്നേക്കാൻ വയ്യ. എന്നെ വേഗം ആശുപത്രിയിൽ ഒന്ന് എത്തിക്കണം. ഇപ്പോഴെന്തായാലും പാവം, ഒന്ന് പിടിക്കണം. നമുക്ക് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാം. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. എടാ ഇത്ര ദുഷ്ട. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പരിപാടിക്ക് പോകുമ്പോ കുടിക്കരുതെന്ന്. ഇങ്ങനെ പോയാൽ തന്നെ പറഞ്ഞയക്കാൻ ഞാൻ നിർബന്ധിതനാവും. ഒന്നുമില്ലെങ്കിൽ താൻ ഒരു മുസ്ലിം അല്ലടോ. ആണച്ചോ, അതുകൊണ്ടാണല്ലോ ഞാൻ വൈൻ മാത്രം അടിച്ചത്. മതി മതി. താൻ ഈ കുടിച്ചു കളയുന്ന കാശുണ്ടെങ്കിൽ തന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊണ്ടുപോയി കൊടുത്തൂടെ? അല്ലെങ്കിൽ അയലൊക്കാർക്ക് ദാനെങ്കിലും ചെയ്തൂടെ? ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഖുറാനിലും അങ്ങനെയാണച്ചോ എഴുതിയിരിക്കുന്നത്. എന്നാ പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്തൂടെ? മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഉദാഹരണത്തിന് തനിക്ക് 2 വലിയ ബംഗ്ലാവ് ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. അതിലൊരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ? ദാനം ചെയ്യച്ചോ, സത്യമായിട്ടും ദാനം ചെയ്യും. മേട്ടുക്കൻ. ഓ, അല്ലെങ്കിൽ തന്റെ വീട്ടില് 2 കോണ്ടസ കാർ ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. അതിലൊരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ? ദാനം ചെയ്യച്ചോ. മിടുക്കൻ. അതും അല്ലെങ്കിൽ തന്റെ വീട്ടില് 2 സിന്ധി പശു ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. അതിലൊരെണ്ണത്തിന് താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ? ചെയ്യില്ലച്ചോ. അതെന്താ? എന്റെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് 2 സിന്ധി പശുക്കൾ ഉണ്ടച്ചോ. എന്തിയച്ചോ? ലതയുടെ അമ്മ അറിയുമ്പോഴാണ് ഈ ചിരിയും കളിയൊക്കെ പോവാൻ പോകുന്നത്. അതേക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ആലോചിച്ചിട്ടില്ല. എങ്കിലും അമ്മ എതിര് നിൽക്കില്ലെന്ന എന്റെ വിശ്വാസം. എടാ നമുക്കൊരു യൂണിയൻ ഉണ്ടാക്കിയാലോ? യൂണിയനോ? അതെ, നമ്മളെ പോലെ സിമിലർ ലൈനിലുള്ളവരുടെ ഒരു യൂണിയൻ. അതില് സന്ധ്യയും സാബുവിനെയൊക്കെ ചേർക്കാം. അവര് 2 പേരെയും നമ്മൾ ഹാഫയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. സന്ധ്യയുടെ മനസ്സിപ്പോ പകുതി സമ്മതത്തില്ല. അതൊന്ന് ഡീപ്പാക്കി എടുക്കേണ്ടത് ലതയുടെ ജോലിയാ. ഞാനൊരു ഐഡിയ പറയാം. അതൊക്കെ ഓരോ ടെക്നിക്കാണ്. അതൊക്കെ പിന്നെ പറഞ്ഞുതരാം ആഫ്റ്റർ മാരേജ്. അയ്യോ, നമ്മുടെ സാബു അല്ലേ ഇരിക്കുന്നത്? യവനെന്താ എത്ര നേരത്തെ വന്നിരിക്കുന്നത്? ഓരോ പാരകൾ നോക്കണേ. എടാ, നിന്റെ അടുത്ത് 5 മണിക്ക് വരാനല്ലേ പറഞ്ഞത്? ഇത്ര നേരത്തെ ഇങ്ങോട്ട് എഴുന്നാൽ ആര് പറഞ്ഞു? എടാ, എനിക്ക് മുറിയിൽ ഇരുന്നപ്പോ ഒരേ ടെൻഷൻ. നീ 4 മണിക്കാണോ 5 മണിക്കാണോ വരാൻ പറഞ്ഞതെന്ന്. ഇനി ഞാൻ ലേറ്റ് ആയി പോയിന്ന് കരുതി സന്ധ്യക്ക് അതൊരു ഫീലിംഗ് ആവരുതല്ലോ. ഓ, ഫീലിംഗ്. എടാ, സന്ധ്യ 5 മണി കഴിഞ്ഞിട്ടേ വരൂ. അത് കഴിഞ്ഞിട്ട് നീ വന്നാ മതി. നിന്നെ കാണുമ്പോ ഒരു സർപ്രൈസ് ആവണം. സാബു നമ്മൾ പ്ലാൻ ചെയ്തോന്നാണെന്ന് സന്ധ്യ അറിയല്ലേ? ഏയ്, നീ ഒരു കാര്യം ചെയ്യ്, പുറത്തു പോയി കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ച് തിന്നിട്ട് വാ. അതെ, എനിക്ക് തൊണ്ടവേദന കാരണം ഐസ്ക്രീം കഴിക്കാൻ പാടില്ല. അതല്ലേ? എങ്കിൽ ഞങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് വാ. പിന്നെ അടുത്തതൊന്നും വേണ്ട, ദൂരെ ചെന്ന് ഒരിടത്തും കിട്ടാത്ത ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വാ. 2 എണ്ണത്തിനെ ഒരു കുപ്പിയിലാക്കാൻ നമ്മൾ പെടുന്ന പാട് ദൈവത്തിനറിയാം. അപ്പൊ നമുക്കിട്ട് തന്നെ പണിഞ്ഞു. അല്ല, ഞാൻ പോകുന്ന സമയത്താണ് സന്ധ്യ വരുന്നെങ്കിലോ? അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ചെല്ല്. ഏതായാലും നമ്മുടെ സമയം കളയണ്ട. നമുക്ക് എന്തെല്ലാം പറയാൻ കിടക്കുന്നു. വന്നേ. ഹലോ സന്ധ്യ. അയ്യോ സന്ധ്യ, അങ്ങനെ അങ്ങ് പോയാലോ? സന്ധ്യ എന്ന് 2 വാചകം പറഞ്ഞത് വളരെ നന്നായി. ഇപ്പൊ ഒരുത്തനും വായി നോക്കി നിൽക്കാറില്ല. ഞാൻ ഇവനെ ശരിക്കൊന്ന് ഫയർ ചെയ്യും. പിന്നെ ഞങ്ങളൊരു ഗ്യാങ് ആണെന്ന് കരുതി സന്ധ്യക്ക് എന്നോട് വിരോധം തോന്നരുത്.
എന്റെ മമ്മി ഡാഡി സ്റ്റേറ്റ്സ്മാൻ. നാട്ടിലാണെങ്കിൽ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ്, ബംഗ്ലാവ്. ഞാൻ അങ്ങോട്ടൊന്നും പോവാറില്ല. എന്റെ MBA കഴിഞ്ഞപ്പോ മമ്മി ഡാഡി അങ്ങോട്ട് വിളിച്ചതാ. ഓ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചെറുപ്പം മുതലേ ഞാനൊരു മിമിക്ക. അതുകൊണ്ടാ നേരം കളയാൻ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്. സോറി, ഞാൻ ബയോഡേറ്റ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. ലീലാമ്മയോ? ഓ നിർത്തേ, ഞാൻ തന്ന കത്തിന് മറുപടി ഒന്നില്ല. അല്ല, ഇങ്ങനെ ഇരുന്നാ മതിയാ? എന്താ പരിപാടി പറ. എല്ലാരും വരട്ടെ. ആ, എസ്റ്റേറ്റ് മുതലാളി വരുന്നുണ്ട്. കേട്ടോടാ സ്വാമി, ഡാഡിയും മമ്മിയും സ്റ്റേറ്റ്സിലാ. ആണോ? ആ, നാട്ടിൽ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ്, ബംഗ്ലാവ്. MBA കഴിഞ്ഞപ്പോ അമേരിക്കയിലേക്ക് ഡാഡി മമ്മി വിളിച്ചതാ. എന്നിട്ട് പക്ഷെ പോവാൻ താല്പര്യമില്ല അത്രേ. ആഹാ. ആ, എന്നാണ് നിന്റെ അപ്പച്ചനും അമ്മച്ചി അമേരിക്കയിൽ പോയത്? ഏക്കർ കണക്കിന് എസ്റ്റേറ്റും ബംഗ്ലാവും. എന്തിനാടാ ഈ പെര കത്തുമ്പോ വാഴ വെട്ടുന്ന സ്വഭാവം കാണിക്കുന്നത്? എടാ, ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് നിനക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. പിന്നെ ഒരു കാര്യം, മേലിൽ നീ നമ്പർ ഇട്ടുകൊണ്ട് സന്ധ്യ അടുത്ത് ചെല്ലരുത്. ചെന്ന നീ എന്ത് ചെയ്യോടാ? തമാശ പറഞ്ഞില്ല. എടാ, അന്തരേ, ഓടി വാടാ, എടാ, ഇടി കൊടുക്കാ, ഓടി വാടാ. എടാ, പെട്ടെന്ന് വാ, നീ പറ്റില്ലേ? ഓടി വാടാ. നിനക്ക് മാത്രമാകും. ഓടി വാടാ. ജിമ്മി, അന്തരേ, ഒന്ന് വിടുവാ. എടാ, മാറിക്ക. പറഞ്ഞ കേൾക്ക്, ഞാൻ പറഞ്ഞ കൊല്ലും നിന്നെ. എന്ത്? എടാ, വിടുവാ. കുറെ നാളെ വേണ്ട വേണ്ട കൊല്ലും ഞാൻ ഇവനെ. മാറിക്കോളൂ. നിന്നെ ഞാൻ ജിമ്മി, പറഞ്ഞ കേൾക്കണം. അങ്ങോട്ട് നീ കിടന്നോ. നിനക്ക് മാറും. പിള്ളേരെ പോലെ വെറുതെ കൊല്ലുവാ. ഇങ്ങോട്ട് മാറി. വണ്ടി. ജിമ്മി, പറഞ്ഞ കേൾക്ക്. നീ അവനെ മാറ്റ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് മാറ്. ചുമ്മാ ഇവിടെ പോണം. ഞാൻ പറഞ്ഞേക്കാം ജിമ്മി. നീ സമയം ജിമ്മി. സാബു, ചുമ്മാ വേണ്ട വേണ്ട സാബു, വേണ്ട വേണ്ട. എടി, കൊന്നളയും നിന്നെ ഞാൻ. അവൻ നിന്നെ ശല്യം ചെയ്യുന്നു എന്നും പറഞ്ഞ് ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ച് ഈ പാവള അവനെ പ്രേമിക്കുന്നു. നീ എന്നതാ വിചാരിച്ചേക്കുന്നത്? ഞങ്ങളെ വിഡ്ഢികളാക്കാവുന്നു. മതി, നിന്നെ ഡാൻസ് പഠിത്തോ. ഇനി വീട് വിട്ട് പുറത്തിറങ്ങാനുണ്ടല്ലോ നിന്നെ ഞാൻ. നീ പോവല്ലടി. എന്നതാടാ ഇവിടെ? അവളുടെ ഒരു സാബു. അപ്പച്ചനെ അവളെ പുന്നാരിച്ച് വഷളാക്കിയത്. ഓ, സാബു അന്നത്തെ കക്ഷിയല്ലേ? അതിന് നീ എന്നാത്തിനാടാ ഇവിടെ തല്ലുന്നേ? അവന്റെ കൈയും കാലും അങ്ങ് തല്ലി പിടിച്ചേരെ. ആ, കൊല്ലരുത്. കൊന്നാലായി കേസും പണ്ടാരവും ഒക്കെ. അവനോട് ചോദിക്കുന്നതിന് മുമ്പ് അച്ഛനിട്ടാ രണ്ട് കൊടുക്കേണ്ടത്.